ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസിസിയാമ്മി ടീൽസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ഒരു അടിപൊളി പഞ്ഞിമിഠായിയാണ്. വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള കറക്റ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ സിമ്പിളാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവ് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഞാൻ ഇവിടെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇനി ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഏകദേശം ഒരു 5 to 8 മിനിറ്റ് മതിയാവും. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് ചൂടാക്കി എടുക്കാവുള്ളൂ. ഇതിൻ്റെ ആ ഒരു മണം മാറുമ്പോൾ ചെറിയൊരു നെയ്യുടെ മണമൊക്കെ വരും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ചൂട് അത്യാവശ്യം ആറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അരിച്ചെടുത്ത് നമുക്കിവിടെ മാറ്റി വയ്ക്കാനുണ്ട്. ഇതിവിടെ മാറ്റി വെച്ച ശേഷം ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് സ്പീഡിൽ ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ പൊടി ഒന്ന് ചൂടാക്കിയ ശേഷം അരിച്ച് മാറ്റി വയ്ക്കണം. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അരിച്ചെടുത്ത് വെച്ചിരുന്ന പൊടി ഇവിടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഈ പൊടി മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ അതേ അളവിൽ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് ഒഴിക്കാൻ നിൽക്കരുത്, കാരണം ഇത് തിളച്ച് ആ വെള്ളം വറ്റാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 1/4 കപ്പോളം വെള്ളം ആ എടുത്ത ഇതിൽ തന്നെ ആ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കളറ് നല്ലപോലെ മാറും. പിന്നെ അത് മാത്രമല്ല നല്ലപോലെ പതഞ്ഞ് വരും. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാരയുടെ കറക്റ്റ് ലെവലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് നമ്മൾ ഈ പഞ്ചസാര സിറപ്പ് ഒഴിച്ച് നോക്കുമ്പോൾ നമുക്കത് തിരിച്ചെടുക്കുമ്പോൾ ചെറിയൊരു കട്ടിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് പാകമാണ്. ഇത് നമുക്കിവിടെ കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മൂത്തായ സ്ഥലത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ഈ പഞ്ചസാര സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ കിച്ചൺ ഗ്രാനൈറ്റിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 30-35 സെക്കൻഡോളം നമ്മളൊന്നും ചെയ്യേണ്ട. അതിന് ശേഷം ഒരു സ്പൂണോ അത്യാവശ്യം കട്ടിയുള്ള ഒരു സ്പൂൺ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും നമുക്കത് വിടിയിച്ചെടുക്കണം. ഒരു റബ്ബർ പോലെ ഇരിക്കും നമുക്കത് ലാസ്റ്റ് കിട്ടുമ്പോൾ. നല്ലപോലെ സ്മൂത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളിത് ഒഴിക്കാൻ നോക്കുക. അത് മാത്രമല്ല നല്ല കട്ടിയുള്ള സ്റ്റീലിൻ്റെ ഏതെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് വേണം നമ്മൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇതുപോലെ ഒട്ടിപ്പിടിക്കാൻ സാധ്യത കുറവായിരിക്കും. അത്യാവശ്യം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതിനി കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വലിച്ചെടുക്കണം. അപ്പോൾ നല്ല റബ്ബർ പോലെ ഇരിക്കും. നമുക്കിത് നല്ല നീളത്തിൽ നമുക്കിത് വലിച്ചെടുക്കാൻ പറ്റും. ചൂട് അത്യാവശ്യം ഒന്ന് ആറിക്കഴിഞ്ഞാൽ ഒരുപാട് ആറാൻ നിൽക്കരുത്, അപ്പോൾ കട്ടിയായി പോകും ഒരുപാട് ആറിക്കഴിഞ്ഞാൽ. എന്നിട്ട് ഇത് നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. ശരിക്കും നല്ല ഗോൾഡൻ കളറാണ്. ഇതിൻ്റെ നല്ല പോലെ വലിഞ്ഞ് കിട്ടും. ശരിക്കും ഒരു കുറച്ച് പഞ്ചസാര കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനി നല്ല റൗണ്ടാക്കി എടുക്കുക. റൗണ്ട് ഷേപ്പ് ആക്കി എടുത്ത ശേഷം നമ്മളിതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം വലിച്ച് നമ്മളിതിൻ്റെ ഓരോ ലെയേഴ്സ് ആക്കി എടുക്കണം. നമ്മൾ ചുമ്മാ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ 2 സർക്കിൾ ഇങ്ങനെ വട്ടത്തിൽ വലിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ ശരിക്കും നല്ലപോലെ വലിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതിങ്ങനെ ഓരോ ലെയേഴ്സായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇതുപോലെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ആ പൊടി തീരുന്ന വരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഈ സോനപ്പപ്പടിയുടെയൊക്കെ അറിയാം എത്ര കറക്റ്റ് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പൊടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കതിങ്ങനെ വലിച്ച് നീട്ടിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പാകം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടിയെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വെച്ച് നമുക്ക് നിർത്താം. ശരിക്കും ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്. എത്ര എളുപ്പമാണെന്നുള്ളത് നമുക്കിത് ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമുക്ക് കറക്റ്റ് ആ സോനപ്പപ്പടിയുടെ അതേ ടേസ്റ്റിൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ.
ഇത് ശരിക്കും നല്ല പഞ്ഞി പോലെ, ശരിക്കും സോനാപപ്പടിയുടെ അതേ ടേസ്റ്റാണ് ഇതിന്. നമുക്കിതിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന പ്ലേറ്റിനനുസരിച്ച് നമുക്കിത് പല ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് സോനാപപ്പടി ഷേപ്പാക്കി എടുക്കാം. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്